രേണു വിളിച്ചിട്ടാണോ ഈ മീഡിയ വഴി അവരുടെ പുറകെ പോകുന്നത്? അല്ല, രേണുസുതി വിളിച്ചിട്ടായിരിക്കാം മീഡിയ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഈ മേഖലയിലേക്ക് ആദ്യം വന്ന സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഇങ്ങനെയാണ് ഓൺലൈൻ മീഡിയസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് മീഡിയസ് വരുന്നത്. അപ്പം വലിയ ശ്രീലക്ഷ്മി ആയിട്ട് ഷോ അതിന് മുമ്പ് സീരിയലിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ടൊക്കെ പല പല റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടത് ഇങ്ങനെ വൈറൽ കണ്ടന്റുകൾ ചെയ്തിട്ടാണ് അറിയപ്പെട്ടത്. തീർച്ചയായിട്ടും ഞാനും ഇപ്പം മീഡിയാസിനെ വിളിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നടുത്തൊരു ഇവന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി ഒന്ന് കാണാൻ പറ്റുക, നമ്മൾ വിളിച്ചിട്ടായിരിക്കും മീഡിയ വരുന്നത്. അതുപോലെ തന്നെയാണ് രേണുസുതി ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മീഡിയയിൽ കൊടുത്ത് പറയുന്നു, ഞാൻ വിളിച്ചിട്ടല്ല മീഡിയക്കാരൊന്നും വരുന്നത്, അറിയാതെ വരത്തില്ലല്ലോ ഒരു ഇവന്റിന്, മീഡിയക്കാരെ വിളിച്ചിട്ടല്ലേ നമ്മൾ വരാറുള്ളത്. എന്തൊട്ട് ചെയ്താണ് രേണു ഈ ചെയ്തു വെക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ഓൺലൈൻ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയാസ് ഇടുന്ന ഒരു വീഡിയോ, അതായത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ രേണുമയം എന്നുള്ള ആ ഒരു രീതിയിലോട്ടായിരുന്നല്ലോ കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു യഥാർത്ഥ പൂർണ്ണ രൂപം എന്താണ്, അതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ, യഥാർത്ഥ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് രേണു തിന്നുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇതൊക്കെ തന്നെയാണ്. എന്ത് ദുരന്തമാണെന്ന് പറയേണ്ടി വരും അമ്മാതിരിയുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. അതായത് ഇവിടെ പോയാലും ഓൺലൈൻ മീഡിയ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഷോർട്ട് ഫിലിമായിട്ട് റിലീസ് ചെയ്യുകയല്ല, ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയാസാണ് അതൊക്കെ റിലീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അതിനെ ആലോചിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എനിക്ക് പലപ്പോഴും തോന്നിയ സംശയമുണ്ട്. കാരണം ഇതൊക്കെ രേണു പൈസ കൊടുത്തിട്ട് ഇവരെ ഇറക്കി ഈ വീഡിയോ എടുപ്പിച്ചിട്ട് ഓൺലൈൻ മീഡിയയിൽ ഇടുന്നതാണോ എന്നുള്ളത്. അത് ശരി തന്നെ ആഡ് ചെയ്തത്. അത് ഈ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക, രേണു എവിടെ പോയാലും പിറക്കുന്ന ഇതുപോലെ ഓൺലൈൻ മീഡിയ, അതായത് ഇവരെവിടെ പോയാലും അറിയിക്കും, അതായത് ഈ ഓൺലൈൻ മീഡിയാസിനെ അറിയിക്കും. അതൊരു സംഭവമാണ് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ അറിയിക്കുമ്പോഴത്തേക്കും ഇവർ ഇതുപോലെ അവിടെ ചെല്ലും, എന്നിട്ട് വീഡിയോ എടുക്കും, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് തന്നെ ഇടും. അപ്പോൾ ഇതിനൊക്കെ തന്നെ വഴിയൊരുക്കുന്നത് രേണുവാണ്. എന്നിട്ട് പറയുന്ന പറച്ചിലോ, അയ്യോ ഞാനൊന്നും അറിയുന്നില്ല, സോഷ്യൽ മീഡിയക്കാർ എങ്ങനെയാണ് വരുന്നത്, അതാണ് ഇതാണ്, എല്ലാം സൂചിച്ചേട്ടിന് വേണ്ടിയിട്ടാണ്, പാവമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെയാണ് രേണു പിന്നെ മെഴുകുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത്, ഇടയിൽ നമ്മൾ അറിയിക്കാതെ ഒന്നും തന്നെ ആരും ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയ തരാം എന്ത് കുന്തമായാലും നമുക്കൊരു പ്രൈവസി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എന്താ പറയുക, ഇവരെ ഒഴിവാക്കണം എന്നല്ല പൂർണ്ണമായിട്ടും പറയുന്നത്. പക്ഷേ ഇത് എന്തു കാര്യം എടുത്താലും രേണു എന്നുള്ള ആ രീതിയിലോട്ട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വെറുപ്പിക്കുന്നത്, പീക്ക് എന്ന് വെച്ചാൽ പീക്ക് വെറുപ്പിക്കുന്ന തരത്തിലായിരുന്നു രേണു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രേണു ഡൗൺ ആയിട്ട് നിൽക്കുവാണ്. അത് രേണു തന്നെ സമ്മതിച്ച ഒരു കാര്യം തന്നെയാണ്. രേണു ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വലിയ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഓൺലൈൻ മീഡിയാസിൽ പഴയ അത്ര അങ്ങോട്ട് തുരുതുരാന്ന് വരുന്നില്ല. അതായത് ആ റീച്ച് കുറച്ച് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിന് തക്കവണ്ണമുള്ള സംഭവവികാസങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ രേണുവിൻ്റെ ഓരോ ചെയ്ത്തുകൾ ഈ പറയുന്ന രീതിയിൽ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ലേ, ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തരം ആക്ടിങ് എന്തായാലും കൊള്ളാം. ഈ പുള്ളിക്കാരൻ പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ രേണു ഈ ഓൺലൈൻ മീഡിയാസ് ഏതൊക്കെ ഇസെറ്റ് വരെയുള്ള മലയാളത്തിലെ ഓൺലൈൻ മീഡിയാസിനെ കംപ്ലീറ്റ് വിളിച്ച് വരുത്തിയിട്ട് അവർ തന്നെ എടുപ്പിക്കുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും ഈ പുറത്ത് വന്നിട്ടുള്ള അത്രയും വീഡിയോസ്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ ഷൂട്ടിംഗ് സ്ഥലത്തോട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ് ഈ പറയുന്ന രീതിയിൽ കിടപ്പറ രംഗങ്ങൾ, അതോടൊപ്പം തന്നെ അല്ലാതെയുള്ള ഷൂട്ടിംഗ് രംഗങ്ങൾ, അങ്ങനെയുള്ള ഷൂട്ടിംഗ് എല്ലാം തന്നെയും ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് എടുത്ത് അവരുടെ ചാനലിൽ അങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇടുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ഷോർട്ട് ഫിലിമാക്കി അപ്പോൾ ഇറക്കണ്ടേ? ഇങ്ങനെ നാട്ടുകാർ കണ്ടാൽ മതി എന്നാണോ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്? അപ്പോൾ ഇതാണ് ഇത് രേണുവിൻ്റെ ഒരു തരം സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്. എങ്ങനെയും റീച്ച് പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ മീഡിയാസ് പിന്നെ ചക്ക ചുണ്ണാപ്പ് കിട്ടിയാൽ മതി. കാരണം രേണു ഒരു കോണ്ടാക്റ്റല്ലോ. അപ്പോൾ ആ ഒരു കോണ്ടാക്ട് കിട്ടുമ്പോഴത്തേക്ക് അവരെന്തായാലും പോകും, സ്വാഭാവികമായിട്ടൊരു കാര്യം. അതുകൊണ്ട് തന്നെ രേണു അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ആ രീതി നെഗറ്റീവാണ്, പക്ക നെഗറ്റീവാണ് എങ്കിൽ പോലും അത് പീക്ക് ലെവലിൽ യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്നത്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഇനി എന്ത് ചക്കയാലും മാങ്ങിയാലും അവസാനം 8ന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് രേണു ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പഴയ പോലെ ഒന്നും കാര്യങ്ങൾ അത്രത്തോളം യേശുന്നില്ല, റീച്ച് പയ്യെ കുറഞ്ഞ് ഇതാവുന്നുണ്ട്. കാരണം റീച്ച് കുറയുമ്പോഴത്തേക്കാണ് രേണു ഇതുപോലെ എന്തെങ്കിലും കോണ്ടന്റ് എടുത്ത് ഇടുന്നത്. അതായത് ഒന്നുകിൽ ഓൺലൈൻ വീഡിയോസിനെ വെച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സംഭവവികാസങ്ങളൊന്നും അടിച്ചു വിടും, അതല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വരും. ഇപ്പോഴും തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അതൊന്നും വലിയ തോതിൽ യേശുന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പറയുന്ന അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന തരത്തിലോട്ടായിരുന്നു രേണുവിൻ്റെ ഒരു പ്രവർത്തികൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഓൺലൈൻ മീഡിയാസിനെ വെച്ചുകൊണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് രേണു ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തി പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. കാരണം ആരും വിളിക്കാതെയും ആരും ഈ പറയുന്ന രീതിയിലൊന്നും ഇതാവാതെയും ഒന്നും ഓൺലൈൻ മീഡിയാസ് അവരുടെ പിറകെയൊന്നും ചെയ്യത്തില്ല. അവരുടെ സമ്മതപ്രകാരം മാത്രമേ ഓരോ കാര്യങ്ങൾ എടുക്കത്തുള്ളൂ, അത് ഇടത്തുള്ളൂ. അപ്പോൾ
രേണു തന്നെയാണ് ഇവരെല്ലാം വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വേറെ എന്ത് വേണം? എന്തായാലും കൊള്ളാണേ. നാട്ടുകാരെ ഇങ്ങനെ വെറുപ്പിച്ച ഒരു ആൾ, അതായത് വീഡിയോസിന്റെ അങ്ങേ അറ്റം വരെ ആ ഒരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വെറുപ്പിച്ച് തെറിവിളി കേൾപ്പിച്ച് എന്തൊക്കെ നെഗറ്റീവ് ആണ് കാണിച്ചു കൂട്ടിയത്. അപ്പോൾ ഇതൊക്കെ രേണു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടികളായിരുന്നല്ലേ. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ കാര്യം.